ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ. ഞാൻ പറയാം എന്റെ ഇതാണോ സത്യാവസ്ഥ? ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം. मैं अपनी दोस्त बेस्ट फ्रेंड हूँ. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എക്സൈറ്റ്മെന്റ്. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഏജ്ഡ് ആണല്ലോ. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഇത് നടക്കൂല. മായുടെ ലൈഫിലെ ആദ്യത്തെ റിലേഷൻഷിപ്പാണ് ഞാൻ. എന്റെ അല്ല. 5ാം ക്ലാസ് തൊട്ട് കുഴപ്പമില്ലായിരുന്നു. ലവ് ലെറ്റർ കൊടുത്താ ബെസ്റ്റ്. ലവ് ലെറ്റർ കൊടുത്തു ഇംഗ്ലീഷില്, പക്ഷേ ഗ്രാമർ മിസ്റ്റേക്ക് എല്ലാം. ജോൺ ആക്ച്വലി കുട്ടി ഭയങ്കര ഇന്റലക്ച്വൽ ആണ് കേട്ടോ. കേരള യൂണിവേഴ്സിറ്റി സൈക്കോളജി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. ഞാനും ആ ശമ്പളമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുറച്ച് നാളത്തേക്കുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഒരു 3-4 ദിവസം കണ്ട് അവര് ബാക്കി അങ്ങ് തീർന്നു പോവാന്നുള്ളതാണ്. നമുക്ക് അടുത്ത മാസം ഒരു ട്രാവലിങ്ങിന് പോയാലോ? നോ എന്നേ പറയൂ. രാവിലെ ബ്രെഡും പാലും മുട്ടയും വിളിച്ച് ഓർഡർ ചെയ്തു. എന്ത് ചെയ്തു? അതിപ്പോ ഞാനിപ്പോ ബ്രെഡ് പാല് മുട്ട ഇപ്പൊ ഇത് വാങ്ങിച്ചു. നീ 2000 രൂപയ്ക്ക് ബ്രെഡും പാലും മുട്ടയും വാങ്ങിച്ചാലോ? ബാക്കി പൈസ ഇവിടെ. എനിക്ക് 4 നേരം മതി, പിന്നെ മാസം 1500 രൂപയും. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ജോൺ കുറെ മസാല ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ, ഞാൻ സത്യമായിട്ട് പറയണം. നമസ്കാരം. UAE പ്രവാസികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ശബ്ദങ്ങളുടെ ഉടമകളായ 2 വ്യക്തികളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു RJ ജോൺ ആൻഡ് RJ മായ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് വിശേഷം? ഓണം തന്നെ വിശേഷം. അതായത് ഇപ്പം നമ്മളിവിടെ 20 years കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ ആ 20 years കഴിഞ്ഞിട്ടുള്ള ഓണം എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. മൈൽസ്റ്റോൺ ഓണമാണ് 20 years. നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷത്തോളം ആകുന്നുണ്ട്. അപ്പം ആദ്യം മായനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ മായയ്ക്ക് ആദ്യം ജോണിനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, ഈ 16 വർഷം കഴിയുമ്പോൾ അതിൽ വന്നൊരു മാറ്റം എന്താണ്? ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴത്തേക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട്. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ മായ 16 വർഷം മുമ്പല്ല കാണുന്നത്. ഞാൻ അതിനു മുമ്പേ മായ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മായ വേറെ ചാനലിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കോളേജിൽ പ്രോഗ്രാംസ് വന്നിട്ടുണ്ടായിരുന്നു മായ. സോ അപ്പോൾ ആ സമയത്ത് മായ കോളേജിൽ ക്യാമ്പസ് ഈ ഒരു ചുറ്റുപാടുകളിൽ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു മായ. അപ്പൊ അതുകൊണ്ട് മായെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഞാൻ പിന്നെ അന്നും ആരും അല്ലാതിരുന്നുകൊണ്ട് പിന്നെയാണ് മായ പരിചയപ്പെട്ടത്. അപ്പം ഇപ്പോഴും സ്റ്റിൽ വി ഹാവ് ദാറ്റ് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബാങ്ക് ബാലൻസ് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഏതായാലും പെർസെപ്ഷനിൽ മാറ്റം വന്നിട്ടില്ലേ? പെർസെപ്ഷനിൽ ഐ ഫീൽ നമ്മൾ പെർസെപ്ഷനിലും അതുപോലെ തന്നെ ആൾക്കാരിലും വെൻ 2 people are living together ആ ആളിലും വ്യത്യാസം വരണമല്ലോ. കാരണം നമ്മള് വെൻ വി സ്റ്റാർട്ടഡ് ഓഫ് അവർ ലൈഫ് നമ്മൾ രണ്ടുപേരും എന്താ പറയുക 2 സ്ഥലത്തു നിന്നാണ്, ടോട്ടലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. സോ ജോണിൻ്റെതായിട്ടുള്ള രീതികൾ ഉണ്ടായിരുന്നു. ഇനീഷ്യലി നമ്മൾ 3 years കോഴ്ഷിപ്പ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് പോലും ഐ ഫെൽറ്റ് എന്റെ ദൈവമേ ഇത് ആരാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദാറ്റ്സ് വാട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, കല്യാണത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലാതെ ഇയാളെ ഇതുവരെ പരിചയം അറിഞ്ഞില്ലല്ലോ എന്നുള്ള അങ്ങനല്ല, ഇത് ആരെ കല്യാണം കഴിച്ചേന്നുള്ളൊരു ഫീല്. എങ്ങനെ ഉണ്ടാവും? അല്ല അങ്ങനല്ല. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് ബട്ട് ദെൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം യുവർ പേഴ്സണാലിറ്റീസ് rub each other, right? I mean it rubs പിന്നെ onto എന്റെ the കുറെ other person. ചീത്ത സ്വഭാവങ്ങൾ മായക്ക് കിട്ടിയിട്ടുണ്ട്, മായയുടെ കുറെ ചീത്ത സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, നിന്റെ കുറെ ചീത്ത സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ നല്ല സ്വഭാവം നിനക്കും കിട്ടി, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. എന്റെ ചീത്ത സ്വഭാവം കിട്ടിയത് കള്ളം പറയാന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. Anyway, അപ്പം I just feel that I would say John as a person, ഞാൻ എങ്ങനെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ കോൺസെപ്റ്റ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ രീതികളുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കല്ലോ. അങ്ങനെ ഹി ഹാസ് ആക്ച്വലി ചേഞ്ച്ഡ് ആൻഡ് ഐ ഫീൽ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ചേഞ്ച്. അത് ജോൺ എനിക്കറിയില്ല, അത് മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു സുപ്രഭാതത്തില് ആൾക്ക് ഭയങ്കര വ്യത്യാസം വന്ന് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് മെയ്ഡ് യു ചേഞ്ച്, ബിക്കോസ് ഞാൻ എന്തൊക്കെ കംപ്ലൈന്റ്സ് ആണോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം തന്നെ ഹി കറക്റ്റഡ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് തോന്നും എന്തോ പുതിയ പരിപാടിയാണെന്ന്. ശരിക്കും എനിക്ക് ഇന്നും അതിശയമാണ്, എന്താണ് what made you change? I don't know.
But then ആ ചേഞ്ച് നന്നായി കീപ് ഗോയിങ് ലൈക്ക് ദാറ്റ്. അതെ, ജോൺ പറഞ്ഞ മാതിരി ഇപ്പം താതാത്മ്യം പ്രാപിക്കുക എന്നുള്ള സാധനം വന്നിരുന്നല്ലോ. അപ്പം നിങ്ങൾ രണ്ടുപേരും RJs ആണ്, നിങ്ങൾ രണ്ടുപേരും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം ഈ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ഈ ഒരു ഹൗ യു ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ടുഗദർനെസ്? ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ വർക്കും ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് ഭയങ്കര കോറിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ RJs ആയതുകൊണ്ട് നമ്മൾ പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ പേഴ്സണാലിറ്റിയാണ് നമ്മളെ റേഡിയോയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആൾക്കാരോട് എങ്ങനെയാണോ ഇടപഴകുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഓൺ എയർ സംസാരിക്കുമ്പോൾ ഓൺ എയർ കോൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇടപഴകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം പലപ്പോഴും തോന്നാറില്ല. നമ്മൾ യു ജസ്റ്റ് ലിവിങ് അവർ ലൈഫ് എന്നുള്ളതാണ്. ഇപ്പം റേഡിയോയിൽ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ഇങ്ങനെ വിളിച്ചിട്ട് മൈക്കിന്റെ മുമ്പിൽ പോയി ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണ് തുറന്ന മൈക്കിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പെഷ്യൽ എനർജിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്നേ വരെ അത് എന്താ പറയുക, അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ഇത്രയും നാളുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സുമാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ വർക്കിൽ പോയാലും അവിടുന്ന് തിരിച്ചു വന്നാലും ഞങ്ങൾക്ക് വീട്ടിലേതായ കാര്യങ്ങളുണ്ടാവും, ഓഫീസിലേതായ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു വലിയ വ്യത്യാസങ്ങൾ അങ്ങനെ തോന്നാറില്ല. പിന്നെ നമ്മളിപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വർക്കിന്റെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലധികം ഡിസ്കസ് ചെയ്യേണ്ടെന്നുള്ളത്. ഏറ്റവും കൂടുതൽ വർക്കിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞ് പോയി നമ്മൾ പതുക്കെ വർക്കിൽ വരും. അല്ലെങ്കിൽ വർക്കിന്റെ കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ ഒരു പോയിന്റ് ഇനിയിപ്പോ അതിനെപ്പറ്റി സംസാരിക്കണം, നമുക്ക് വേറെ അതായത് ജോൺ ആക്ച്വലി ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. ഹി ഹാസ് ഹിസ് ഓൺ ഒരു ഇഷ്ടങ്ങളും ഹിസ് ഓൺ വേൾഡിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. എനിക്കിപ്പം അത് നല്ലതാണേലും അല്ലെങ്കിൽ അതെനിക്ക് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണെങ്കിലും എനിക്കത് പറഞ്ഞ് തീർക്കണം. എനിക്ക് അത് പറഞ്ഞാലേ സമാധാനം ഉള്ളൂ. സോ ഐ ടോക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് മൈ സിസ്റ്റം. നമ്മൾ മിണ്ടാതിരുന്ന് കേൾക്കണം, പറഞ്ഞു തീർക്കണമെന്ന്. ഇത് ഒറ്റ വാക്കി അങ്ങ് പറഞ്ഞു തീർത്തേ. ഇത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ മായ എങ്ങനെയാന്ന്. ഇങ്ങനെ മായ പോകും, നമ്മൾ ഇങ്ങനെ കേട്ടോണ്ട്. അതായത് കുറച്ച് നാൾ നിൽക്കും. അത് എനിക്ക് എല്ലാ കാര്യം ഇപ്പൊ സന്തോഷമാണെങ്കിലും അത് ഇങ്ങനെ പ്രൊലോങ് ചെയ്യും. ചിലപ്പോൾ അതൊരു 1-2 വീക്സ് ഒക്കെ ഇങ്ങനെ പ്രൊലോങ് ചെയ്യും. സങ്കടമാണെങ്കിലും അല്ലെങ്കിൽ അലട്ടുന്ന പ്രശ്നമാണെങ്കിലും അത് 2 വീക്സ് ഒക്കെ ഇങ്ങനെ പ്രൊലോങ് ചെയ്യും. എന്നോട് സംസാരിക്കാൻ കിട്ടില്ലേ മായ തനിയെ സംസാരിക്കുന്ന ആളാണ്. എന്നോട് സംസാരിക്കാത്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്നെ പറ്റിയുള്ളത് പോലും മായ തനിയെ സംസാരിക്കുന്നത്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് കണ്ണാടിയിൽ സംസാരിക്കുന്നതാണ്. നമുക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ആദ്യത്തെ നമ്മൾ ഈ സ്നേഹിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്തൊന്നും അതിനെപ്പറ്റി അറിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു ഘട്ടത്തിൽ എവിടെയോ വെച്ചിട്ട് ഞാനിങ്ങനെ റെഡി ആയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ വരാന്ന്. അപ്പൊ റൂമിനകത്തുനിന്ന് ചെറിയ ശബ്ദം കേൾക്കുന്നത്. ഞാൻ വെച്ചത് ഫോണിലല്ല, കാരണം ഫോണിൽ നമ്മൾ അങ്ങനെയല്ല അത് സംസാരിക്കുന്നത്. അപ്പൊ ദേഷ്യപ്പെട്ട് ആരെടുത്തോ കലിപ്പ് തീർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ അതൊക്കെ ഇങ്ങനെ ഒളിച്ചു നോക്കിയപ്പോ ഞാൻ ഇത് മാടമ്പള്ളിയിലെ ഞാൻ എന്നിട്ട് അത് മിണ്ടാതിരുന്നു. ഞാൻ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് നാൾ ഒബ്സർവ് ചെയ്തിട്ടാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും കാറിലിരിക്കുമ്പോ മായ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു എന്നാ പിന്നെ നീ മായക്കിടയ്ക്ക് ദൈവത്തിന് ലെറ്റർ എഴുതുന്ന സ്വഭാവം, അഡ്രസ് അറിയാത്തതുകൊണ്ട് മാത്രം എവിടെ പോസ്റ്റ് ചെയ്യും, ഇമെയിൽ അഡ്രസ് ഇല്ല, ലെറ്റർ ബോക്സ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം മായ ഒറ്റ കാര്യം മാത്രം എൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിൽ അല്ലാതെ വേറെ രഹസ്യമൊന്നുമില്ല. മായ എൻ്റെ അടുത്ത് ഒറ്റ കാര്യം മാത്രമേ ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ കുറെ നാളായിട്ട് ദൈവത്തിന്റെ ലെറ്റർ ദൈവം ഇപ്പൊ സമാധാനമായിട്ടിരിക്കുക, പുള്ളിക്ക് എഴുത്തൊന്നും കിട്ടുന്നില്ല എന്നുള്ള. എനിക്ക് വായിക്കാൻ പോലും തന്നിട്ടില്ല. ഞാൻ ഒരു ദിവസം ചോദിച്ചു മായ എനിക്ക് നീ ഒന്ന് വായിക്കാൻ എന്താന്ന് പറഞ്ഞു. വായിക്കാൻ തരില്ല, കാരണം അതിനകത്ത് ചിലപ്പോ നിന്നെ പറ്റി ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പറ്റി ഉണ്ടാവും എന്ന് വെച്ചാൽ അത് എന്നോട് പറയേണ്ടതല്ല, അല്ല നിന്നോട് പറയാത്ത കാര്യങ്ങൾ ചിലപ്പോ ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ ലെറ്റർ ഞാൻ പണ്ട് എഴുതുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങി ഫോണിൽ. ഇങ്ങനെ എനിക്കിപ്പോഴും ഫോണിൽ ഒരു ഫോൾഡർ ഉണ്ട്. ഫോൾഡർ വെച്ച് ലെറ്റർ ടു ഗോഡിന്റെ ഒരു ഫോൾഡർ ഉണ്ട്. നമുക്കത് നോക്കല്ലേ. എത്ര എഴുത്തായി? ഇല്ല, ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചതാണ്. അത് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര നാൾ മുൻപാണ് അത് ചെയ്തത്? അയ്യോ, അത് കുറച്ച് നാളായി കേട്ടോ. അതൊക്കെ എനിക്കൊന്ന് 6-7 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ലെറ്റർ ടു ഗോഡ് ഞാൻ എഴുതുമായിരുന്നു. അത് അതെന്താന്നറിയോ, ഞാൻ പണ്ട് തൊട്ട് തന്നെ എന്നിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കാണുന്ന ഒരാളാണ്. ഐ സീ മൈസെൽഫ് ആസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം തനിച്ചൊരു മോളിൽ പോവാനോ തനിച്ച് സിനിമയ്ക്ക് പോവാനോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. ഐ എൻജോയ് മൈ കമ്പനി. ഈവൻ ഫോർ ദറ്റ് മാറ്റർ ചില സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ തനിച്ചു പോകും. അപ്പൊ ജോൺ നീ എവിടെയാ? എടാ ഞാനിങ്ങനെ ഒരിടത്ത് വന്നു, നീ എന്നെ വിളിക്കാ? ഞാൻ തന്നെ വന്നു. അപ്പൊ എനിക്കത് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗുണങ്ങളാണ്
ഒരുപാടുള്ളത്. കാരണം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോവാല്ലോ. I don't force anything on anyone. Ask him. ഞാൻ ഫണ്ടമെന്റൽ ആയിട്ട് നേരത്തെ ഷീജ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇപ്പൊ പേഴ്സണാലിറ്റീസ്. I think the fact of the matter is that I do not impose myself on him and I accept him the way he is. അത് ഏതൊരു ഇപ്പൊ ഷീബ ഒരു വ്യക്തിയാണ്, ഷീബയുടെ പോരായ്മകളും ഷീബയുടെ സ്ട്രെങ്സും എല്ലാം ചേർത്തിട്ട് വേണം I should accept you അല്ലേ. If we are living together, you come with a whole package. Similarly, ഞാനും I tell John, I also have my weaknesses. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റെ അനിഷ്ടങ്ങളുണ്ട്. I am a whole package. You can't say you are with me, അതുകൊണ്ട് നീ ഇത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. നോ, ദാറ്റ്സ് നോട്ട് മീ ദെൻ അല്ലേ. അപ്പം പേഴ്സണാലിറ്റീസിനകത്ത് ഇൻഫാക്ട് ഒരു കപ്പിൾസിനകത്ത് എസ്പെഷ്യലി ഇഫ് ബോത്ത് ഓഫ് ദം ആർ വെരി സ്ട്രോങ്, നമ്മൾ രണ്ടുപേരും സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആണ്, രണ്ടുപേരും സ്ട്രോങ് ആകുമ്പോൾ ദി അക്സെപ്റ്റൻസ് ഓഫ് ദി അതർ പേഴ്സണാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ കല്യാണത്തിന് മുമ്പ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 is always a crowd. ഇത് ആക്ച്വലി ഈ വാചകം ആക്ച്വലി പ്രിൻസസ് ഡയാനയുടെ ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ്. അവര് പക്ഷെ അവരുടെ ജീവിതത്തിൽ വേറെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ബട്ട് ഞാൻ അതിനെ കണ്ടത് എൻ്റെ ലൈഫിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 is a crowd എന്ന് പറയുന്നത് ഒരു മാരേജ് ലൈഫ് വളരെ ശരിയായ കാര്യമാണ്. കാരണം it doesn't have to be another woman or another man. It can be your parents, it can be your siblings, it can be friends, relatives, anyone. അതായത് നമ്മുടെ മാരേജ് പോസ്റ്റ് മാരേജിന്റെ സിസ്റ്റത്തിന് കൺട്രോൾഡ് നമ്മളെ കയ്യിലില്ല എന്ന് ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഡിസിഷൻസ് റൈറ്റ് ഓർ റോങ് ആവട്ടെ, ആ 2 വ്യക്തികൾ തമ്മിലാണ് എടുത്തത്. പാളിപ്പോവും മിക്കപ്പോഴും, പക്ഷെ എന്നാലും കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഇപ്പൊ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് തോന്നും യോ ഇത് ഇവർക്ക് തമ്മിൽ അങ്ങ് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഈഗോ വരുന്നു. ആ ഈഗോ ഒക്കെ വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ, ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കും ജോണും തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഷീബയുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യും, ഷീബ ചിലപ്പോൾ അത് ഷീബിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഷീബൻ ചിലപ്പം ജോണിന്റെ സൈഡ് എടുക്കും, ഷീബ എന്റെ സൈഡ് എടുക്കും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് യുവർ തോട്ട്സ്, your ideas are coming into our life. അതിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൂടെ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ നമ്മളെ വെള്ളപൂശിയായിരിക്കും നമ്മളെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചിലപ്പോൾ അങ്ങനെ, അപ്പം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് കല്യാണത്തിന് യു ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ദാറ്റ് യുവർ പാർട്ട്ണർ ഹാഡ് എ ലൈഫ് ബിഫോർ യു. മനസ്സിലായില്ലേ? ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ പൊതുവെ കണ്ടില്ല, ആണും പെണ്ണും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി വരുന്നു, ആണുങ്ങളുടെ ഒരു ലൈഫിലേക്ക് വന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അങ്ങനെയാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. വിച്ച് ഇസ് എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോഴത്തെ കാലത്ത് അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ളത്. കാരണം പെൺകുട്ടികൾക്ക് അവരുടേതായ സർക്കിളുണ്ട്. ഇപ്പോൾ പെൺകുട്ടി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ സർക്കിളിലേക്ക് ഒരു പുരുഷനെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ റെഡി ആവണം. അല്ലാതെ സ്ത്രീയുടെ സർക്കിളിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ആണുങ്ങളെ മൊത്തം സംശയത്തിന്റെ കണ്ണോടുകൂടി കാണുന്നതോ അല്ലെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് റൈറ്റ് അല്ലേ. ദാറ്റ് ഈസ് ലൈക്ക് അത് നമ്മൾ എപ്പോഴും നോക്കാറുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിരിക്കുന്ന ഒരു അത് ഞാൻ എന്നോട് തന്നെ തുടക്കം തൊട്ടേ എപ്പോഴും അതെ, ഐ അക്സെപ്റ്റ് ആൻഡ് ഐ റെസ്പെക്ട് പീപ്പിൾ ദ വേ ദേ ആർ. സോ നമ്മൾ ആ ആക്സെപ്റ്റൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വരുവാണെങ്കിൽ പിന്നെ ഈ പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഡസന്റ് മാറ്റർ. പിന്നെ ഓഫ് കോഴ്സ് ദെയർ ആർ ഇൻസ്റ്റൻസസ് വെൻ യു ജസ്റ്റ് കനോട്ട് ഗെറ്റ് അലോങ് വിത്ത് ദറ്റ് പേഴ്സണാലിറ്റി. അത് വേറെ തന്നെ ഒരു ലെവലാണ്. പക്ഷേ ഇനീഷ്യലി ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു 90%ഉം 95%ഉം നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിനെ പറ്റി ഭയങ്കര ഫിലോസഫി കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. അത് വരുമ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് പല ബന്ധങ്ങളും പകുതി വെച്ച് മുറിഞ്ഞു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ മായ പറഞ്ഞല്ലോ, മായ ദൈവത്തിന് കത്തെഴുതാറുണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡേറ്റിംഗ്, അല്ലെങ്കിൽ ഞാൻ ഒരു സോളോ ട്രാവലറാണ്, അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഇഷ്ടമാണ്. അത് എനിക്ക് തോന്നുന്നു ജോൺ അത് ഒരു സ്പിരിച്വൽ എലമെന്റും കൂടെ അതിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. അതായത് മായക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോൺ ഇല്ലെങ്കിൽ പോലും ഷി വിൽ സർവൈവ്. യാത്രകളിലെല്ലാം സ്പിരിച്വൽ എലമെന്റ് ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് യു നോ വാട്ട് അത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീലിംഗ് പ്രോസസ്സ് ഞാൻ ഓർഗാനിക്കലി അങ്ങ് സംഭവിച്ചു പോയി. എൻ്റെ ലൈഫിൽ അത് സംഭവിച്ചു പോയതാണ്, അല്ലാതെ ഞാൻ കൊണ്ടുവന്നതോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് ദറ്റ് ഞാൻ അങ്ങനെ ദൈവത്തിനോടൊരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണോ എൻ്റെ പ്രശ്നം ഞാൻ അഡ്രസ് ചെയ്ത് അതിന് എനിക്കൊരു സൊല്യൂഷൻ കിട്ടാറുമുണ്ട് കേട്ടോ. ഐ ഡോണ്ട് നോ ഫ്രം സംവെയർ ഇറ്റ് ജസ്റ്റ്
ആ പസില് കറക്റ്റ് ആയിട്ട് സോൾവ് ആയി അവിടെ അങ്ങനെ ഇരിക്കും. രഹസ്യമായിട്ട് ആ ലെറ്റർ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ സൊല്യൂഷൻ രഹസ്യമായി തന്നെ മുന്നോട്ട് വെക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഒരു ഹയർ പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഞാനത് അധികം എവിടെയും പറഞ്ഞിട്ടില്ല, ബട്ട് മേ ബി ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് ജിങ്സ് ഇറ്റ് ഓൾസോ. എനിക്ക് ഐ ഓൾവേസ് കൺസിഡർ മൈസെൽഫ് വെരി ലക്കി ആൻഡ് ഐ തിങ്ക് ഐ എം God's favorite child. ജോൺ ആക്ച്വലി കുട്ടി ഭയങ്കര ഇന്റലക്ച്വൽ ആണ് കേട്ടോ. അത് ശരിക്കും ഒരു അഫർമേഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ കണക്ക് വലിയ വലിയ ആൾക്കാർ സാധനമാണ്. ഇത്രയെങ്കിലും വരണ്ടേ? കേരള യൂണിവേഴ്സിറ്റി സൈക്കോളജി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ എന്റെ ചലഞ്ച് ഒന്ന് ആലോചിച്ചു. സൈക്കോളജി ചെയ്തു പോകുന്നത് നമ്മൾ ആ വഴിക്ക് വിട്ടാൽ കോപ്പി അടിച്ച് ജയിച്ചാന്നങ്ങ് വിചാരിച്ചത്. നീയാണല്ലേ ഗോഡ്സ് ഫേവറേറ്റ്. ഇതിനെ കാണാതിരിക്കുന്നു. എഴുതി പുള്ളിയെ വീഴ്ത്തിയതാ. പക്ഷെ ജോൺ ആണ് ശരിക്കും എഴുതേണ്ടതല്ലേ, കാരണം ജോൺ ആണ് ഡയറക്ടർ. പക്ഷെ എനിക്ക് തോന്നുന്നു ജോണിനെ കടത്തി വെട്ടുന്ന അത്രയും ഒരു ഫിലോസഫി ഉള്ള വ്യക്തിയാണ്. ആ മായ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ആളാണ്. പക്ഷെ ഒരു അക്ഷരം ദൈവത്തിനോടല്ലാതെ വേറെ ഒരു അക്ഷരം ഒരു ലവ് ലെറ്റർ പോലും ജീവിതത്തിൽ എഴുതിയിട്ടില്ല, അറിയാം. അതൊരു ഭയങ്കര സംഭവം. എങ്ങനെയാ ലവ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, എങ്ങനെയാണ് ഈ ഇത്ര വർഷം കഴിയുമ്പോൾ ഈ വിവാഹം കഴിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാവർക്കും ഈ പ്രണയം നഷ്ടപ്പെടും, റൊമാൻസ് നഷ്ടപ്പെടും. നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ എങ്ങനെ നിങ്ങൾ നിലനിർത്തുന്നത്? അതാണ്, നിലനിർത്താൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കരുത്, അപ്പോഴേ അതിനെ നിലനിർത്താൻ പറ്റൂ. അത് വീണ്ടും അഗൈൻ യുനോ ഷീജ, ലൈക്ക് നമ്മുടെ അടുത്ത് ആക്ച്വലി ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. വി ഗോ ഫോർ വെക്കേഷൻസ്. അപ്പൊ നമ്മളൊരു 2-3 വീക്സ് ഒക്കെ ചിലപ്പോൾ വെക്കേഷൻ എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകും. അപ്പൊ ജോണിന്റെ, ഞാൻ സർപ്രൈസ് ആയി, ജോണിന്റെ 2-3 ഫ്രണ്ട്സ്, അളിയാ നീ എങ്ങനെ അപ്പൊ മായയുടെ കൂടെ 2-3 ആഴ്ച നീ സ്പെൻഡ് ചെയ്യൂ? ഇത് ഇത്ര വലിയ അതിശയമുള്ളൊരു കാര്യമാണോ? ഐ മീൻ isn't that normal? പക്ഷെ അവർക്കൊന്നും ചിന്തിക്കാൻ വയ്യ അവരുടെ ഭാര്യയുടെ കൂടെ ഒരു 2 ആഴ്ചയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ആ ചോദിച്ചവൻ ഈ ഇന്റർവ്യൂ കാണുമ്പോ എന്തായാലും പിന്നെ നിനക്ക് ആ പേരും കൂടെ ഐ ഡോണ്ട് നോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ജോണിന്റെ കൂടെയാണ്. ആൻഡ് ഐ തിങ്ക് this is the best companion I can get and the best friend I can get എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. സോ ഐ തിങ്ക് there is a lot of friendship between us. അതാണ് തോന്നുന്നു. കാരണം ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ക്യാരക്ടറിൽ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേദനകളും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വേദന ഉണ്ടാക്കുന്ന ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ ഒഴിവാക്കി നിർത്താറുണ്ട്. ജോൺ എന്താ വെച്ചാൽ അഗൈൻ ജോണിന്റെ ഗ്രോയിങ് അപ്പ് ഫേസിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിന്റെ ഒരു സാന്നിധ്യം വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പൊ എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഫാമിലി ആയിട്ടുള്ള എന്റെ ബോണ്ടിങ് ആണ് കുറെ കൂടെ ഫ്രണ്ട്സിനെക്കാളും സ്ട്രോങ്ങർ. ഇവിടെ നേരെ തിരിച്ചാണ്, ഫാമിലിയെക്കാട്ടിലും കൂടുതൽ ഫ്രണ്ട്സ് ബോയ്സ് ആയതിന്റെ ഒരു വ്യത്യാസമായിരിക്കാം ഒരു പക്ഷേ. സോ ജോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണിനെ 12 മണിക്ക് വിളിച്ചാലും ജോൺ പോയിരിക്കും. ആൻഡ് ഹി എക്സ്പെക്ട്സ് ദ സെയിം ഫ്രം അതേഴ്സ്. പക്ഷെ ഞാൻ എപ്പോഴും ജോണിന്റെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മളുടെ നമുക്കിപ്പം കുട്ടികളില്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴും ഫ്രീ ബേർഡ്സ് ആണ്. നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് വെക്കേഷൻ എടുക്കാം, തോന്നുന്ന സമയത്ത് നമുക്ക് വെളിയിൽ പോവാം. വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ചൈൽഡ്. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കുഞ്ഞിന്റെ ഉറക്കത്തിന്റെ ടൈം, സ്കൂളിന്റെ ടൈം, വെക്കേഷൻ ടൈം, ഇതെല്ലാം അവർക്ക് നോക്കണം. അപ്പൊ ചിലപ്പോൾ അവര് വിളിക്കുമ്പോൾ ആളിയാ ഞാൻ ഫ്രീ അല്ല, അല്ലെങ്കിൽ ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴായിരിക്കും ഭാര്യ കണ്ണു ഇട്ടിട്ടുന്നത്, പോകാൻ പറ്റത്തില്ല. അപ്പൊ ജോൺ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. Let it be, it's okay. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു വാലിഡ് റീസൺ അല്ലല്ലോ പിണങ്ങാനായിട്ടത്. പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ, ഇതൊരു എക്സാമ്പിൾ മാത്രം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇത് ഒരാളോട് പിണങ്ങിയതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, അതല്ലാതെ വേറെ ഒരുപാട് പിണങ്ങുന്നുണ്ട്. ഇതിലും കാര്യം ഞാൻ മായ ഒരു പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ ഫ്രണ്ട്ഷിപ്പിനകത്ത് ലൈക്ക് നമ്മൾ എന്തും നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ സിനിമകളിൽ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ വായിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനൊരു സിനിമയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, രജനീകാന്തിന്റെ ബാബ എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിൽ കാണാൻ വേണ്ടി പോയി. അപ്പോൾ സിനിമ ഒന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും അതിനകത്തൊരു സീനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീൻ. രജനീകാന്ത് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ എന്തോ കല്യാണാലോചന എന്തോ നടക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാത്ത എന്തോ സാഹചര്യം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവരെല്ലാവരും ഈ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രജനീകാന്ത് ഈ ഫാമിലിയിലോട്ട് കയറിയിട്ട് ഓരോരുത്തരും ചോദിക്കുകയാണ്, നിങ്ങളാരാ? ഇപ്പം റിലേറ്റീവ് ആണ്, ഇറങ്ങിപ്പോ. മറ്റേതാരാ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മറ്റേ മാമൻ്റെ മോനോ അങ്ങനെയാണ്, ഇറങ്ങിപ്പോ. അങ്ങനെ ഇവരെല്ലാവരും ഇറങ്ങുന്നത്. നീ ആരാ? നൻപൻ. നീ ഉക്കാറ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ലൈക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ നൻപൻ, ഫ്രണ്ടിന് അത്രയും
ഇതുണ്ട് നമ്മൾ എന്നാണ്. അപ്പം അത് എനിക്കപ്പം എൻ്റെ സ്വഭാവത്തിൽ മുമ്പേ തന്നെ അത് അങ്ങനെയാണ്. നമ്മളിതിങ്ങനെ കണ്ടു വളരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കിപ്പം എന്നോടൊരു ചെറിയ രീതിയിൽ ദ്രോഹം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്ന ഫ്രണ്ടിനെ പോലും അത് എന്ത് സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ അവരിൽ നിന്ന് വിട്ടുപോകുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഞാൻ പതുക്കെ രഹസ്യമായ ഒരുപാട് പേരെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ചുരുക്കം പറഞ്ഞാൽ വായി നോക്കുന്ന അത് പക്ഷെ വളരെ നല്ലതുമാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളോട് നമ്മളോട് സംസാരിക്കുന്നു, അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, നമ്മൾ അവരുമായിട്ട് ഫ്രണ്ട്സ് ആവുന്നു. പിന്നെ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആ ഫ്രണ്ട്ഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഭയങ്കര പെട്ടെന്ന് അടുക്കുന്ന ആളാണ്, ഭയങ്കര പെട്ടെന്ന് ക്ലോസ് ആവും. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു ബാഡ് സ്വഭാവമാണ് ഷീബ. ഞാൻ വ്യക്തി പിന്നെ എന്നെ സംബന്ധിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചിന്ത പോലും നമ്മൾ രണ്ടുപേരിൽ ആ കോമൺ ഫാക്ടർ അതും കൂടിയാണ് കേട്ടോ. ബിക്കോസ് ഞാന് ഒരുപാട് അറ്റാച്ച്ഡ് ആവാം. ഞാൻ അല്ലേ മേ അപ്നി ദോസ്ത് ബെസ്റ്റ് ഫ്രണ്ട് ഹൂ എന്ന് പറയുന്ന പോലെയാണ്. ഐ ലവ് മൈസെൽഫ് എ ലോട്ട്, ഐ ലവ് മൈസെൽഫ് ദ മോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ടും അത്രയ്ക്ക് ഒരു ഡീപ്പ് കണക്ഷൻ ഫ്രണ്ട്സ് ഒന്നും അല്ല ഞാൻ. ഐ എം ഗുഡ് വിത്ത് എവ്രി വൺ. അത് എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഒരു 4th സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ ഐ ഹാഡ് ആൻ ഇൻസിഡൻറ്റ് ഇൻ മൈ ലൈഫ് വേർ ഇതേപോലെ തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് തന്നെ അങ്ങ് വിട്ടുപോയി. ആ കുട്ടി പിന്നെ എൻ്റെ അടുത്ത് ക്ലോസ് ആയില്ല. എനിക്കത് എന്നെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ചെയ്തൊരു അന്നത്തോടെ എനിക്ക് ഐ നെവർ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട് കോൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ നെവർ വൺ ബെസ്റ്റ് ഫ്രണ്ട്. സി വാട്ട് ഹാപ്പൻസ്, നമ്മള് എല്ലാം ഒരൊറ്റ ആളിലേക്ക് നമ്മൾ അങ്ങ് ലിമിറ്റ് ചെയ്യുമ്പോൾ, സെന്റർ ചെയ്യുമ്പോൾ ആ ആളില്ലെങ്കിൽ യു ആർ ലോസ്റ്റ്. എനിക്ക് ആ സമയത്ത് സത്യത്തിൽ എനിക്ക് പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേറൊരാളോട് കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിപ്പോയി ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഓക്കെ ദിസ് ഇസ് ഇറ്റ്. ഞാൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കുട്ടി ആബ്സെന്റ് ആണെങ്കിലും മറ്റേ കുട്ടിയുണ്ട്, മറ്റേ കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ മറ്റേ കുട്ടിയുണ്ട്. ഈ ഒരു അവസ്ഥയിലെത്തി. പിന്നെ ഇറ്റ് ബിക്കെയിം എ നോം ഇൻ മൈ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ആരുമായിട്ടും ഞാൻ അങ്ങനെ ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് എന്താ ഇപ്പം ജോണോട് ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇപ്പോഴും പഴയ പോലെ വ്യത്യാസം there is a term called detached attachment. Yes. ആ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് നമുക്ക് അറ്റാച്ച്ഡ് ആണ് ബട്ട് അറ്റ് ദ സെയിം ടൈം യു നോട്ട് ഓവർ അറ്റാച്ച്ഡ്. അതായത് ഒരു വോൾ ഉണ്ടാവും, ആ ഇൻവിസിബിൾ വോൾ മറ്റൊരാൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി അത് തന്നെ. ലൈക്ക് യു മൈറ്റ് ഫീൽ ഇപ്പം ഷീജ എന്റെ അടുത്ത് യു മായ ഭയങ്കര ഫ്രണ്ട്ലിയാ, ആ ഫ്രണ്ട്ലിനെസ് ഞാൻ എല്ലാവരോടും ഞാൻ കാണിക്കും. ബട്ട് എന്ന് വിചാരിച്ച് യു ഡോണ്ട് ബിക്കം മൈ ബെസ്റ്റ് ഫ്രണ്ട്. അത് ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇടുന്നൊരു വോളാണ്. അത് ഞാൻ എല്ലാവരോടും ആ വോള് എനിക്കുണ്ട്. എൻ്റെ പ്രോബ്ലം ഞാൻ എപ്പോഴും ജോണിൻ്റെ അടുത്തും പറയും, എൻ്റെ ക്ലോസസ്റ്റ് ഇന്നർമോസ്റ്റ് സർക്കിളില് ഞാനാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കിളിൽ നിൽക്കുന്ന ജോണാണ്. ബാക്കി എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ്. ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി. സോ അപ്പൊ ഇതേപോലെയാണ് എനിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ഒരാളുടെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് അത് ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഐ ക്യാൻ നോട്ട് ടേക്ക് ഡിസ്റെസ്പെക്ട്. എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ട്വൈസ് ഒക്കെ ഞാൻ ചിലപ്പോൾ ഒരു ഇളവ് കൊടുത്തേക്കാം. ബട്ട് ഒരു പോയിന്റിൽ ഈ പറഞ്ഞ പോലെയാണ്, ഇഫ് ഐ ഫീൽ ദിസ് പേഴ്സൺ ഡസൻറ്റ് റിക്വയർ മൈ ടൈം ഓർ ഡസൻറ്റ് ഡിസേർവ് മൈ ടൈം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനും അവരെ ഇല്ല ഞാൻ കംപ്ലീറ്റ്ലി ഇത് ഈ പറഞ്ഞ പോലെയാണ്. ദാറ്റ് പേഴ്സൺ വിൽ നോട്ട് എക്സിസ്റ്റ് ഫോർ മീ, വിൽ സീസ് ടു എക്സിസ്റ്റ്. ഞാൻ ഫുള്ളായിട്ട് അവരെ കട്ട് ചെയ്യും. ഞാൻ പിന്നെ അവരെനിക്കില്ല, എൻ്റെ യൂണിവേഴ്സിൽ അവരില്ല, അങ്ങനെ ആക്കി കളയും. ഇപ്പം മായയുടെ വെർഷൻ മായ പറഞ്ഞു. ഇപ്പം ജോണിൻ്റെ വെർഷൻ എങ്ങനെയാണ്? ഒരു റിലേഷൻഷിപ്പ്, അതിപ്പം ഒരു സൗഹൃദമായിക്കോട്ടെ അല്ലെങ്കിൽ കിൻഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു തരം ബന്ധമായിക്കോട്ടെ, അതിന് ഏറ്റവും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? മായ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മായ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കൊരു റിലേഷൻഷിപ്പിൽ എന്താണ് നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു റെസ്പെക്റ്റ് ഇല്ലായ്മ. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ഒരു വ്യക്തിത്വത്തിൽ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ഇമാതിരി കാര്യങ്ങളൊക്കെ ഞാൻ വളരെയധികം എത്രയാണെങ്കിലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ എനിക്ക് ഏത് മേലെ താഴെ അങ്ങനെ ഒന്നുമല്ല. ഒരാളോട് പ്രായം വെച്ചോ അവരുടെ വേറെ ജോലി വെച്ചോ എന്ത് രീതിയിലാണെങ്കിലും റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറുന്നത്
എനിക്ക് തീർത്തും സഹിക്കാൻ പറ്റാതെ ഇതിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും അവർ ജസ്റ്റ് ആ ഫ്ലോർ ക്ലീൻ ചെയ്തേക്കുന്നത്. സോ ഐ ഓൾവേസ് ഫീൽ ദറ്റ് എനിക്ക് അതിലെ കൂടെ നടന്നു പോയേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഷൂസിൻ്റെ പാടുകൾ അവിടെ വീഴും. അയാളവിടെ പെട്ടെന്ന് തൂത്തിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ തുടച്ചിട്ടായിരിക്കും പോകുന്നത്. ഐ ഓൾവേസ് സേ സോറി ടു ദം. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക, നമ്മളൊരു മനുഷ്യനല്ലേ, അപ്പം നമുക്ക് മൂല്യങ്ങളുണ്ടാവും, പരിഗണനകളുണ്ടാകും. അപ്പൊ അത് വെച്ചിട്ടാണ് അത് നമ്മുടെ വിത്തിനുള്ളത് കൊണ്ട് നമ്മൾ അതങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കള് നാട്ടിലുള്ളവരാണെങ്കിലൊക്കെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നും ഇത് ശരിയല്ലല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. അവരോട് സംസാരിക്കാൻ വേറൊരു രീതി ഉണ്ടല്ലോ. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. സെറ്റില് ഞാൻ കണ്ടിരിക്കുന്ന ഇപ്പം ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സംവിധായകർ ഒരു സെറ്റിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന, വഴക്ക് പറയുന്ന. അത് അവരുടെ കംഫർട്ട് ലെവലാണ്, അതിൽ ഒരിക്കലും തെറ്റ് പറയുന്നില്ല. അവർക്ക് ആ ജോലി ഭയങ്കരമായിട്ട്. പക്ഷെ എനിക്ക് എന്നാൽ പോലും ഒരാളോട് അങ്ങനെ കടുത്ത് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർക്ക് നടക്കുന്ന സ്ഥലത്ത്, സിനിമയിലാണെങ്കിൽ പോലും വർക്കുന്നത്. പക്ഷെ എനിക്ക് അറിയാം ചിലവരൊക്കെ നമ്മളതിനെ മുതലെടുക്കും, അവർക്കതൊക്കെ ഭയങ്കര നോർമലാണ്. പക്ഷെ അത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പോയി ആ സമയത്ത് അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. മാറ്റി നിർത്തിക്കൊണ്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ നേരിട്ട്, അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് പബ്ലിക്കിലോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പറയാൻ തീരെ അതുകൊണ്ട് റെസ്പെക്ട് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ. ഈ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമുക്കൊരു സെൽഫ് എഡിറ്റിംഗ് വരാറുണ്ട്, അല്ലെങ്കിൽ സെൽഫ് സെൻസർഷിപ്പ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊരു പേഴ്സണൽ വാല്യൂ അല്ലെങ്കിൽ പേഴ്സണൽ കോർണറാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ? ഞങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ, അതായത് നമ്മളൊരു ഇപ്പൊ വെൻ യു ആർ എ കപ്പിൾ, നമ്മള് ആദ്യം ഞാൻ ഒരിക്കലും ലോകം എന്ത് പറയും അല്ലെങ്കിൽ അയൽവാസി എന്ത് പറയും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ അതൊരു ഡ്രസ്സായിക്കോട്ടെ, അതൊരു തീരുമാനമായിക്കോട്ടെ, എന്താണേലും ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ജോണിലാണ് വരുന്നത്. സോ ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ ചെയ്താൽ ജോണിനെ അത് എഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്നത്. സോ വെൻ ഇപ്പൊ ചിലപ്പോൾ യു നോ ഹൗ സോഷ്യൽ മീഡിയ ഇസ് അല്ലേ, നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും താഴെ വന്ന് കമന്റ് ചെയ്യാൻ ഒരു 10 പേരുണ്ടാവും. പക്ഷേ എന്നെ അതൊന്നും ബോദർ ചെയ്യുന്നില്ല. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ആ ഡ്രസ്സ് ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന പ്രോബ്ലി ജോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ജോണിന്റെ കൂടെ ആയിരിക്കും പോകുന്നത്. ഇസ് ഇറ്റ് എഫക്ടിങ് ഹിം? ജോണിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ദെൻ ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ പണ്ട് എന്റെ പേരൻസ് ആയിരുന്നു, പേരൻസിനെയാണ് അത് ഇമ്മീഡിയറ്റ്ലി എഫക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ പേരൻസിനെയോ എന്റെ സിബ്ലിങ്സിനെയോ അല്ല എഫക്ട് ചെയ്യുന്നത്, ജോണിനെ എഫക്ട് ചെയ്യും. സോ ആദ്യം ഞാൻ ചോദിക്കുന്നത്, ഇസ് ജോൺ ഓക്കെ വിത്ത് ഇറ്റ്? ഇപ്പൊ ജോൺ എൻ്റെ അടുത്ത് പറയാം, എടി ഇത് വലിയ സുഖമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ തീരുമാനം എടി, ഇപ്പൊ ഈ തീരുമാനം ഇത് എടുക്കണോ, ഇപ്പൊ ഇത് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ എന്നാ ഓക്കെ ഐ വെയിറ്റ്. then I'll ask him എന്തുകൊണ്ടാണ്. if he gives me a valid reason, then yes, I will definitely rethink. because ഇപ്പൊ ജോൺ എടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിലും അത് എന്നെയാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. സോ പരസ്പരം you ask each other if it is okay for the other person. അതുകൊണ്ട് മായ പറയുമ്പോൾ നമ്മൾക്കത് യെസും, ഞാൻ പറയുമ്പോൾ അത് മിക്കപ്പോഴും ഒരു നോയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ കേൾക്കണം, നമുക്ക് അടുത്ത മാസം ഒരു ട്രാവലിങ്ങിന് പോയാലോ? നോ എന്നേ പറയൂ. സമൃദ്ധമായ കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം, എന്നാലേ ഉള്ളൂ. അത് എന്താണെന്നറിയോ, അതായത് ഞാൻ സത്യത്തിൽ കണക്കാണ്. ഞാൻ കണ്ടിരിക്കുന്നത്, മൈ ഫാദർ വാസ് വെരി ഗുഡ് വിത്ത് ഹാൻഡ്ലിങ് മണി. അച്ഛൻ്റെതായിട്ടുള്ള രീതി. അപ്പൊ ഞാൻ ഗ്രോയിങ് അപ്പ് ഫേസിൽ അച്ഛനാണ് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഓൾ മെൻ ആർ ഗുഡ് വിത്ത് ഫൈനാൻസ്. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ച ആളുണ്ടല്ലോ, ഷീബ ഇന്നൊരു 10,000 രൂപ എടുത്തു കൊടുക്കുക, 20,000 സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പറയും എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചു. ഞാനൊരു ദിവസം ജോണിന്റെ അടുത്ത് ഒരിക്കൽ ഞാൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്തുവായിരുന്നു, തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു 2 ആഴ്ചക്ക് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്നെ നാട്ടിലേക്ക് വിളിക്കുന്നു, ഇടി എനിക്ക് പൈസ ഇട്ടതാ, നീ മറ്റേ ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പുറത്തോട്ട് ഇട്ട് തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ കയ്യിലുള്ള പൈസ എവിടെ പോയി? അത് പിന്നെ ഞാൻ ബ്രെഡ് വാങ്ങിച്ചില്ലേ, ബ്രെഡ് 10,000 ദിർഹംസിന് വാങ്ങിച്ചു. ഇതാണ് ആള്. 2 ലക്ഷം രൂപയുടെ ബ്രെഡ് വാങ്ങിയ ജോൺ. അല്ല, ഇത് ചുമ്മാ ഇത് കൂട്ടി പറഞ്ഞതാട്ടോ, ഇത് ഇന്റർവ്യൂ കൂട്ടുന്നില്ല. 2,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ.
2000 ദിറംസ്. എന്തായാലും 40,000 രൂപയായി ഇന്ത്യൻ റുപ്പീസ്. 40,000 രൂപയ്ക്ക് ഒരു കവർ ബ്രെഡ്. ഞാൻ ഷീബ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുമ്പോഴല്ലോ ഷീബ എന്റെ അടുത്ത് എനിക്ക് കൈ തരും, എന്നിട്ട് തോളെ തട്ടി അഭിനന്ദിക്കും. കേൾക്കട്ടെ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞുള്ള ഒരു കാര്യം കറക്റ്റാ, ഞാൻ ഫിനാൻസിന്റെ കാര്യത്തിൽ വളരെ മോശമാണ്. അപ്പൊ മായ ഫിനാൻസിന്റെ കാര്യത്തിൽ നല്ലതായതുകൊണ്ട് തന്നെ മായയുടെ അക്കൗണ്ടും എന്റെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ടുമാണ്. അപ്പൊ മായ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ. അപ്പം മാസാമാസം നമ്മുടെ ശമ്പളം വന്നു കഴിഞ്ഞാൽ ഞാനും ആ ശമ്പളമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കുറച്ച് നാളത്തേക്കുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഒരു 3-4 ദിവസം കണ്ട് അവര് ബാക്കി അങ്ങ് തീർന്നു പോവുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം മായയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പൊ എനിക്കുള്ളത് എന്റെ കയ്യിൽ തരുന്നു, അതാണ്. അപ്പൊ മായ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വേറെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെലവ് വരും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ഥിരമായി ചെയ്യാത്തത് ആയതുകൊണ്ട് നമ്മൾ ചെലവാക്കുന്നത് എഴുതി വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുന്നില്ല. ചിലപ്പോൾ ആ സമയത്ത് വണ്ടി റിന്യൂ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, പെട്രോൾ വെച്ചിട്ടുണ്ടാവും, പെട്രോളിലൂടെ പൈസ അതുണ്ടാവും. പിന്നെ എവിടെയെങ്കിലും നമ്മൾ വൈകുന്നേരം ഒരു റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടാവും, ഡിന്നറിന് പോയിട്ടുണ്ടാവും. ഇതൊക്കെ വന്ന് പൈസയല്ലേ. പെട്ടെന്ന് നമ്മൾ ഓർമ്മ വരുന്നത് എന്താ, അന്ന് രാവിലെ വിളിച്ചപ്പം രാവിലെ ബ്രെഡും പാലും മുട്ടയും വിളിച്ച് ഓർഡർ ചെയ്തു. എന്ത് ചെയ്തു, അതിപ്പോ ഞാനിപ്പോ ബ്രെഡും പാലും മുട്ട ഇപ്പൊ ഇത് വാങ്ങിച്ചോ, നീ 2000 രൂപയ്ക്ക് ബ്രെഡും പാലും മുട്ടയും വാങ്ങിച്ചാ ബാക്കി പൈസ ഇവിടെ. ഇതാണ് കഥ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ലാത്ത ഒരാളോട് പെട്ടെന്ന് എന്ത് പൈസ കൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്കൊരു മറുപടി വേണ്ടേ. ഇച്ചിരി ടൈം താ, അതിനകത്ത് റിയൽ ഇടണം, വെള്ളം ചേർക്കണം, എന്നിട്ട് ഇതെല്ലാം ടാലി ആക്കിയിട്ട് വേണം എന്റെ 2000. ഞാൻ ആക്ച്വലി എന്താ പറയാ, പൈസ ഹാൻഡിൽ ചെയ്യാൻ മിടിക്കൊന്നും അല്ല കേട്ടോ, അത്രയൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ജീവിത സാഹചര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. മായക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചെലവാക്കിയില്ലേലും അക്കൗണ്ട് ഇങ്ങനെ ജീവിക്കാനുള്ള പൈസ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. അല്ല, എന്നാലും ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ കണ്ടിങ്ങനെ രസിച്ചോണ്ടിരിക്കണം. നല്ല രസമുണ്ട്. ഞാൻ പറയാം നമുക്കത് ചെലവാക്കിയാല അല്ല, ഇന്റർവ്യൂ കഴിയുമ്പോ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവില്ലേ? ഇല്ല, അപ്പോഴും പൈസ എന്റെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ. പറഞ്ഞപ്പോഴാണ് ബ്രെഡ് തീർന്നുപോയി. അല്ല, അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവെ സ്ത്രീകളാണ് കൂടുതൽ ചെലവാക്കാന്നാണല്ലോ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അക്കാര്യത്തില് ജോൺ ലക്കിയാണ്. അതെ, ഞാൻ ചെലവാക്കാറില്ല. ചെലവ് നടക്കുന്നുണ്ട്. ഇല്ല, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ. ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞിട്ട് എന്നാ മതി. ഇപ്പൊ ഞാനും മായ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പൊ ഞാനും മായ മാത്രം വീട്ടിലാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒന്ന് ബെല്ലടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇത് എന്താന്നുള്ളത്. ആമസോണുകാര് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് വരും. അതൊക്കെ ഇതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല, നമ്മൾ ചോദിക്കുന്നതേ ഇല്ല. ഒന്നല്ല, ഞാൻ അങ്ങനെ ചെലവാക്കാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ഷോപ്പിംഗ് പോലും ചെയ്യാത്ത ഒരാളാണ്, സത്യം പറയാലോ. എന്നെ നന്നായി മുതലെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോ സംശയം തോന്നാറുണ്ട്. ഞാനിത് ചോദിക്കാറൊന്നുമില്ല കണക്കൊന്നും. ഞാൻ പറയും മോളെ ഇത് എത്ര എവിടെ പോയി, ഇത് എവിടെ പോയി ഒന്നും ചോദിക്കാറില്ലല്ലോ. അതിന്റെ മുതലെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ചോദിക്കുമ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ ചോദിക്കുമ്പോ ഈ ബ്രെഡും മുട്ടയുടെയും പാറ്റയും കണക്ക് കഥ എടുത്തിടും. അപ്പൊ പിന്നെ നമുക്ക് മിണ്ടാൻ പറ്റൂലല്ലോ, കോമഡി ആക്കി അങ്ങ് വിടും. കഴിഞ്ഞു. അപ്പൊ എത്ര വർഷമായി ഈ ഒരു ബ്രെഡിന്റെ കഥ തുടങ്ങിയിട്ട്? ബ്രെഡിന് 16 വർഷമായി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷം. ബട്ട് ദെൻ വി ന്യൂ 20 years തൊട്ട് അറിയാം. അതിന് മുന്നേ തൊട്ട് ജോണിനെ അറിയാം. പക്ഷെ നമ്മൾ പരിചയപ്പെടുന്നത് 2004 ഇവിടെ വരുമ്പോഴാണ്. അപ്പൊ തൊട്ട് നിങ്ങൾ തമ്മിൽ ഇത്രയും നമ്മളെ കപ്പിൾസിനുള്ള ഒരു ബോണ്ട്, ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ പരസ്പരം നിൽക്കുക എന്നുള്ള സാധനമുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണമെന്നില്ല. നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരും, കോൺഫ്ലിക്ട്സ് വരും. അപ്പം രണ്ടുപേരും ഒന്നിച്ച് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്, എപ്പോഴെങ്കിലും അങ്ങനെ ഒന്നിച്ച് നിന്ന് സർവൈവ് ചെയ്തൊരു ഇൻസിഡൻറ്റ് ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടോ? നമ്മുടെ കല്യാണമാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഐ തിങ്ക് ബേസിക്കലി എന്നെ തേക്കുന്നതിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയതാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ തേക്കപ്പെട്ടു പോയത്. നമ്മുടെ കൊളക്കിൽ പറയുന്ന തേപ്പ്. കൊളക്കിൽ പറയുന്ന തേപ്പ്. അതായത് സ്വാഭാവികമായിട്ട് നമ്മള് നല്ല റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ മായയുടെ അച്ഛൻ ആദ്യമായിട്ട് വിളിച്ച സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് ആദ്യം അങ്ങോട്ട് പറഞ്ഞത് തന്നെ ഒന്ന് ആലോചിക്കണം. ആദ്യമായിട്ട് എന്നെ വിളിക്കാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് മായ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യം എടുത്ത വായിക്ക് അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കൂല മോനെ. അപ്പൊ ഈ നടക്കൂല എന്നുള്ള ഒറ്റ വാക്ക് എനിക്ക് എപ്പോഴും ഒരു ചലഞ്ചാണ്. ചലഞ്ച് എന്നുള്ളതല്ല, അതെന്താ ഞാൻ അതിന് അർഹനല്ലേ. അത് പിന്നെ ഞാൻ എന്നെ ചോദ്യം, അതെന്താ എന്റെ സ്നേഹം ചെറുതാണോ, ഇതിന് ആത്മാർത്ഥതയില്ലേ? അപ്പൊ നമ്മൾ മാക്സിമം നിൽക്കാൻ നോക്കത്തില്ലേ.
പക്ഷെ അത് നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ, ഇവർക്കൂടെ തോന്നുന്നുണ്ട്. അപ്പൊ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് മായുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷറൊക്കെ വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞാൻ പറയാം എന്റെ ഇതാണോ സത്യാവസ്ഥ. അപ്പൊ അപ്പൊ മായടുത്ത് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് എന്തായാലും ഒരുമിച്ചിരിക്കണം. അപ്പൊ മായ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ളത്, ഞാൻ കല്യാണം കഴിക്കണേ ഞാൻ നിന്നെ കല്യാണം കഴിക്കുള്ളൂ, പക്ഷേ അവരുടെ സമ്മതം ഇല്ലാതെ ഞാൻ ചെയ്യില്ല, മറ്റേ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് എന്തായാലും അടുത്ത കാലത്തൊന്നും ഇത് നടക്കൂല. അപ്പൊ വീട്ടിൽ നിന്ന് കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ട്, മാട്രിമോണി സൈറ്റ്സിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, മായയുടെ സിസ്റ്റേഴ്സ് വിളിച്ച് പറയുന്നുണ്ട്. അപ്പം മായയുടെ ലൈഫിൽ ആദ്യത്തെ റിലേഷൻഷിപ്പാണ് ഞാൻ, എന്റെ അല്ല. 5ാം ക്ലാസ് തൊട്ട് ലവ് ലെറ്റർ കൊടുത്ത ഇല്ല ഞാൻ ലവ് ലെറ്റർ കൊടുത്തില്ല. ലവ് ലെറ്റർ കൊടുത്തു ഇംഗ്ലീഷില്, പക്ഷേ ഗ്രാമർ മിസ്റ്റേക്ക് എല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് കൊച്ചെന്റെ തന്നെ തന്നു. മറ്റൊരു അവസ്ഥയിൽ വീണ്ടും ഒരു ലവ് ലെറ്റർ കൊടുത്തു, പക്ഷെ വണ്ടി മാറിപ്പോയി. പക്ഷെ വണ്ടി മാറിപ്പോയപ്പോ എന്താ സംഭവിച്ചത്, ഞാൻ ഉദ്ദേശിച്ച കൊച്ചിന് കിട്ടാത്തപ്പോഴത്തേക്ക് ആ കൊച്ചു തിരിച്ച് എന്റെ അടുത്ത്, ആ കുട്ടി എന്റെ അടുത്ത് തിരിച്ച് അതായത് ഇത് ഇവന് ഇഷ്ടമുണ്ടോ, എന്നാ പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ കുട്ടിയുടെ നിന്ന് പറയേണ്ടി വന്നു, അതായത് കുട്ടി ഇതാണ് അവസ്ഥ, അപ്പൊ ഒരേ പേരുള്ളതാണ്, വണ്ടി മാറിപ്പോയതാ. അപ്പൊ അതുകൊണ്ട് മായുടെ സിസ്റ്റേഴ്സ് പറഞ്ഞു, അതിപ്പം ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്, യു ഷുഡ് മീറ്റ് അതർ പീപ്പിൾ, വേറെ ആൾക്കാരെ പോയി കാണണം, സംസാരിക്കണം. അങ്ങനെ മാട്രിമോണി സൈറ്റിലുള്ള ഓരോരുത്തരെ പോയി കാണുന്നു. അപ്പൊ ഞാൻ ഉള്ളിലെ ദുഃഖം അടക്കി ഒതുക്കിപ്പിച്ച്, ഞങ്ങളെപ്പോഴും പുറത്തു പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ഭയങ്കര വേദന, മനസ്സുകൊണ്ട് ഭയങ്കര വേദന. അപ്പൊ അതിന് മുമ്പ് ഞാൻ മായക്ക് ഇടയ്ക്ക് ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ സാരി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടാക്കി. അപ്പൊ ഒരു കല്യാണ ആലോചന വളരെ സീരിയസ് ആയിട്ട് ഏതാണ്ട് ഇങ്ങനെ വന്നു. അപ്പൊ എന്നെ ഫോട്ടോ ഒക്കെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല, സെറ്റായി പോവുമായിരിക്കും. അപ്പൊ അയാൾ ഇവിടെ കാണാൻ വേണ്ടി വരുന്നു. അപ്പൊ മായെ ഞാനാണ് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഐ വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്. ഓക്കെ, അപ്പൊ അന്ന് തലേ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, കരാമയില് നമ്മുടെ പഴയ നമ്മുടെ ഫർണിച്ചർ ഏരിയ അല്ലേ, അവിടെ ഒരു റെസ്റ്റോറന്റിലാണ് ഇവര് മീറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് സം കഫേ ഓർ കോഫി ഷോപ്പ് സംതിങ് ആണ്, എനിക്ക് നല്ല ഓർമ്മശക്തി തീരെ ഇല്ലാത്ത ആളാണ് മായ. അപ്പൊ ഞാനിത് വെയിറ്റ്, അപ്പൊ ഞാൻ തലേ ദിവസം പോയിട്ട് ഞാനും മായും കൂടെ ജുമേറ ബീച്ചിൽ അവിടെ പോയിട്ട്, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജുമേറ ബീച്ചിൽ പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നേരം വെളുക്കുന്നവരെ ഞങ്ങൾ ബീച്ചിലിരിക്കും. അന്ന് ആക്ച്വലി ഈ അൽസീഫ് ഏരിയ ക്രീക്ക് ആയിരുന്നു അന്നത്തെ. അപ്പൊ വി യൂസ് ടു ലവ് ദറ്റ് ഏരിയ. അപ്പൊ അവിടെ ഇങ്ങനെ ലേറ്റ് നൈറ്റ് ഒക്കെ 2 മണിക്കൊക്കെ രവി റെസ്റ്റോറന്റില് പോയിട്ട് നമ്മൾ ഇതെല്ലാം തെറ്റ്, ഇതൊന്നും അല്ല. അത് വേറെ ഏരിയ. ഞങ്ങൾ പോയി ഇരുന്ന ഏരിയ ജുമേറ ഏരിയ ആണ്. എനിക്കറിയാം. ഇത് ഇപ്പൊ ഈ പറഞ്ഞത് ദുബായിയുടെ വളർച്ചയെ പറ്റിയുള്ള ഒരു വാക്കാണ് പറഞ്ഞത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ജുമേറ ഏരിയ ആണ് ഇപ്പോഴത്തെ അൽസീഫ് ഏരിയ എന്ന് പറയുന്നത് പോലെ. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഈ തലേ ദിവസം ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ സൈഡിൽ ഒരു ലോൺ ഏരിയ ഉണ്ട്, പാർക്കിനോട് ചേർന്ന ബീച്ചാണ്. പണ്ട് ജുമേറ ഓപ്പൺ ബീച്ച് ഉണ്ടായിരുന്നു, അപ്പൊ അതിനോട് ചേർന്ന്. അപ്പൊ ആ ലോണിൽ ഞങ്ങളിങ്ങനെ ഇരിക്കാം. അപ്പൊ മായൻ്റെ അടുത്ത് ചോദിച്ചു, നാളെ ഞാൻ ഏത് സാരി എടുക്കും? ഞാനിങ്ങനെ സാരി ഉടുത്തോണ്ടൊന്നും അല്ല ഞാൻ പോയത്, കേൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്ന വൈറ്റ് സാരി ഇല്ലേ, അത് ഉടുത്തോണ്ട് പോകും, നല്ല രസമാണ്. ത്യാഗിയായ കാമുകൻ. ത്യാഗിയല്ല, കാരണം നമ്മൾ കൊടുത്ത സാരി ഇല്ല, അതിട്ടിട്ട് പോയി കണ്ടാ മതി. എന്നിട്ട് മായ കേക്ക്, എന്നിട്ട് മായ അത് ഇട്ടോണ്ട് പോയില്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, മായ അത് ഇട്ടോണ്ട് പോയില്ല. അപ്പൊ ഞാൻ ചുരിദാർ ഇട്ടോണ്ട് വേറെ എന്തോ ഡ്രസ്സ് ഇട്ടിട്ടാ പോയത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ കുറച്ചൊന്നും ഇതായി. എന്നിട്ട് മായ നേരെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മായ പിക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു, ഇതെന്തായാലും സെറ്റായി. കാരണം ഒരു കല്യാണം നേരിട്ട് കാണുന്നത് ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം കാണുന്നത്, ഒരാളെ കാണുന്നത്. ഞാൻ ഇങ്ങനെ കാണുന്ന വെളിയിൽ ഇങ്ങനെ ഇരുന്നു. ഞാൻ ജീവിതത്തിൽ അങ്ങനെ മറ്റൊരു തേപ്പും ഇത്രയും നാൾ നാട്ടിലേ കിട്ടിയുള്ളൂ, ദുബായിലതാ ഫ്രഷ് ആയിട്ട് ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വണ്ടി ഇരിക്കുമ്പോൾ മായ നേരെ വന്ന് വണ്ടി കയറിയിട്ട് ആദ്യം പറയുന്നത്, വണ്ടി വിട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ വണ്ടി വിട്? വണ്ടി ശരി, ഓക്കെ. ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നു. എന്തായി? സെറ്റ് ആവൂലടാ. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാച്ചു, നന്നായി സെറ്റ് ആവരുത്. കാരണം നീ ദൈവത്തിന്റെ ലെറ്ററിൽ എഴുതിയുള്ളൂ, ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചിട്ടാ വന്നേക്കുന്നത്. ഞാൻ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തേക്ക. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് വി സ്റ്റുഡ് ടുഗദർ ലൈക്ക് ഒരു 3 ഇയേഴ്സോളം നിന്ന്. പിന്നെ ഞങ്ങള് പക്ഷേ ജോൺ ഇത് പറയുമ്പോഴേ നിങ്ങൾ പ്രണയിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഈ പെണ്ണ് കാണാൻ പോവുക, അപ്പൊ ശരിക്കും ജോണിന്റെ മാനസികാവസ്ഥ എങ്ങനെ ഇത്രയും പറഞ്ഞതൊന്നും എന്താണ് ഞാനിത് ആലോചിക്കുന്നത്, എങ്ങനെ പറ്റുന്നു എന്നുള്ളത്. അല്ല പറ്റുന്നൊന്നും അതാ ഞാൻ പറഞ്ഞത്, മായുടെ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് നിലനിന്ന് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇതിന്റെ പല വേരിയേഷൻസ് കണ്ടിട്ടുണ്ട്.
ഇല്ല ഇതിനകത്ത് സത്യം ഞാൻ പറയാലോ, ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ജോൺ കുറെ മസാല ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ, ഞാൻ സത്യമായിട്ട് പറയണം. വെറുതെ ചുമ്മാ മസാല ചേർത്തിട്ടുണ്ട്. മസാല അല്ല സത്യം, ജോലിയാണ് സത്യം. ഇത് മായ്ക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും മായ്ക്ക് ഓർമ്മയില്ല. ഇല്ല എന്റെ സൈഡ് ഞാൻ പറയാം എന്താണെന്നറിയോ ഷീജ, ഇത് ഐ ഫീൽ ഇപ്പൊ എന്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് ഫ്രീഡം തന്നാണ് വളർന്നത്. ലൈക്ക് തേക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞില്ലേ, അതിന് മസാല എല്ലാ കഥയ്ക്കും 2 വശം ഉണ്ടല്ലോ, വശം കൂടെ കേൾക്കട്ടെ. സത്യം അതെ. ഒന്നാമത് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിനു മുന്നേ എനിക്ക് റിലേഷൻഷിപ്സോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഐ ഓൾവേസ് ഫെൽ ദറ്റ് ഒരാളെ ഞാൻ സ്നേഹിക്കുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു കമ്മിറ്റ്മെന്റിലായിരിക്കും. ആ കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ റെഡി ആവുമ്പോൾ മാത്രമേ ഞാൻ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുള്ളൂ. ആൻഡ് ആക്ച്വലി ഞാനാണ് ജോണിന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ വിചാരിച്ചില്ല എന്റെ പേരൻസിന് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. ബിക്കോസ് നമ്മൾ കുറച്ചൊരു ട്രഡീഷണൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മുടെ. അപ്പം ജോണിന്റെ പേരൻസ് ഇതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇറ്റ് ഷുഡന്റ് ബി എ പ്രോബ്ലം. ജോൺ ആണെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്, പ്രശ്നമില്ല. അപ്പൊ വീട്ടില് ജീൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാനിങ്ങനെ ഇത് പ്രസന്റ് ചെയ്തപ്പോൾ പക്ഷേ എൻ്റെ പേരൻസിന് തീരെ താല്പര്യം, അച്ഛന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കൺസേൺസ് ഉണ്ട്. നോട്ട് ദറ്റ് യു നോ ഹീസ് എ ബാഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പൊ ജോണിന്റെ സ്നേഹം കുറവാണ്, അതൊന്നും അല്ല കേട്ടോ. ഇറ്റ് ഇസ് ജസ്റ്റ് ദറ്റ് അയ്യോ നമ്മൾ വീട്ടുകാരോട് എന്ത് പറയും, നാട്ടുകാരോട് എന്തോ പറയും, ഈ ഒരു തോട്ട് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് അൺലെസ് ആൻഡ് അൺടിൽ യു എഗ്രി ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് മാരിഡ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ബിക്കോസ് ഐ നോ ഫോർ എ ഫാക്ട് ദറ്റ് എൻ്റെ പേരൻസ് നമ്മളെ നോർമൽ എൻ്റെ സർക്കിളിലുള്ള ഫ്രണ്ട്സിനെ ഒക്കെ വളർത്തിയ പോലെയല്ല വളർത്തിയത്. ദേ ഹവ് ഗിവൺ മീ സോ മച്ച് ഓഫ് ഫ്രീഡം. ഞാൻ കോളേജിലായിരുന്ന സ്കൂൾ തൊട്ട് തന്നെ വി യൂസ് ടു ഡു എ ലോട്ട് ഓഫ് ഫാഷൻ ഷോസിന് പോകുമായിരുന്നു, ഷോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. യുനോ അല്ലാതെ തന്നെ കോളേജിൽ കയറിയപ്പോഴാണ് ഞാൻ ഇതേപോലെ തന്നെ ടെലിവിഷൻ ഷോസ് ഹോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. സോ അങ്ങനെ കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് അച്ഛൻ തന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഈ ജോലിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ മീഡിയ വാസ് നെവർ ഇൻ മൈ പ്ലാൻ. എൻ്റെ ഒരു ഏരിയയിലും മീഡിയ ഓഫ്കോഴ്സ് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഒരിക്കലും ഇത് കരിയർ ആകും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് പോലും, ഞാൻ ഈ ജോലിക്ക് ട്രൈ ചെയ്തത് പോലും. സോ അത്രയും ഫ്രീഡം തന്ന് വളർത്തിയ പേരൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ മായയുടെ ഭാഗത്ത് അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ കൻ നോട്ട് അറ്റ് എനി പോയിന്റ് അവരെ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല. ഇത് വർക്ക്ഔട്ട് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ അത്രയും നാളും ഈ തേപ്പ് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നു നമ്മൾ മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മൾ വിൽ ട്രൈ ഹാർഡ് അല്ലേ. നമ്മളൊരു വൈ നോ നമ്മൾ പുറകെ നടക്കും, മറ്റേ ഇതെന്താ അപ്പോഴെന്താ പറ്റും, അടുത്തുള്ള വ്യക്തിക്ക് അത് എങ്ങനെയെങ്കിലും നമ്മളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നത്. ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല പൊതുവേ ഉള്ളതെന്ന് പറയാം. പക്ഷെ ഇതിൽ ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തഴക്കവും പഴക്കവും വന്നല്ലോ. ഇത്തവണ നമുക്ക് മാറിക്കാം. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ലെറ്റ് ഇറ്റ് ബി ലൈക്ക് യുനോ എൻ്റെ ഉള്ളിൽ ഭയങ്കര പെയിൻ ഉണ്ട്. അയ്യോ ഇതും ഇങ്ങനെ തന്നെ ആയോ എന്നുള്ളത്. പക്ഷേ ആ ലെറ്റ് ഇറ്റ് ബി യുനോ ഗിവ് യുവർ സെൽഫ് സം ടൈം. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം. ആദ്യം ഞാനും എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വി സ്റ്റാർട്ടഡ് എസ് ഫ്രണ്ട്സ്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിന്റെ എലമെന്റ് എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ചെയ്തത്, അല്ലാതെ obviously he knew that I am with him എന്നുള്ളത്. we are together like രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്, നമ്മൾ ഹാങ് ഔട്ട് ചെയ്യുന്നത് ഒരു സ്ഥലത്താണ്, നമ്മൾ നമ്മൾ വീക്കെൻഡ് ആണെങ്കിലും വെളിയിൽ പോകുമ്പോൾ സിനിമ കാണാൻ പോകുന്നു, റെസ്റ്റോറൻറ്റിൽ പോകുന്നു, എല്ലാം ഒരുമിച്ചാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ he knows that I am completely committed to him എന്നുള്ളത് he very well knows. അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയിൽ എന്താ പറയാ, ജോണിന്റെ കൂടെ ഞാൻ നിൽക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയത് ഐ നോ ഹിം വെരി വെൽ. ഞാൻ എപ്പോഴും എൻ്റെ ഗട്ട് ഫീലിങ്ങിനെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഫ്രം മൈ ഡീപ് ഡൗൺ ഹാർട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, there's a voice telling me this is the person for you, he is really good. So then I decided to go with that voice. ഞാൻ ആ ഒരു എന്താ പറയാ വോയിസിനെ ഞാൻ കേൾക്കാൻ ഞാൻ തീരുമാനിച്ചു. ആൻഡ് ഐ ടോൾഡ് മൈ ഫാദർ. അവസാനം 3 വർഷം വെയിറ്റ് ചെയ്ത് അവസാനം അച്ഛൻ ചോദിച്ചു ഫൈനലി എന്താണ് നിന്റെ തീരുമാനം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഐ വിൽ നോട്ട് മാരി, ബട്ട് ഡോണ്ട് ഫോഴ്സ് മീ ടു മാരി അനദർ പേഴ്സൺ. അത്രയേ ഉള്ളൂ. ബിക്കോസ് അത് ഞാൻ മറ്റൊരാളോട് കാണിക്കുന്നത് മോശമാണ്, മറ്റൊരാളോട് കാണിക്കുന്നത് തെറ്റായിരിക്കും. അത് എനിക്ക് എല്ലാ പേരൻസിനോടും പറയാനുള്ളത് അത് തന്നെയാണ്. ഡോണ്ട് ഫോഴ്സ് യുവർ ഒപ്പീനിയൻ ആൻഡ് ഡോണ്ട് ഫോഴ്സ് യുവർ
your beliefs onto your children. Let them പകയൊക്കെ decide. എല്ലാവരും. അല്ല അങ്ങനല്ല, അതൊരു ഫാക്ട് ആണെന്ന് എനിക്ക്, ബിക്കോസ് ഇന്നു മുതൽ എന്നാ പിന്നെ അങ്ങനെ അല്ല സീരിയസ്ലി ഞാൻ പറയണേ, ബിക്കോസ് ഐ ഫീൽ അത് ഇന്നും ഇറ്റ് ഹോൾഡ്സ് ട്രൂ. എനിക്ക് നാളെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബിലീഫ്സും എൻ്റെ ഒപ്പീനിയനും ആ കുട്ടിയിൽ ഞാൻ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ലെറ്റ് ദാറ്റ് ചൈൽഡ് ടേക്ക് എ ഡിസിഷൻ, നോ, ആൻഡ് യു കെൻ ഓൾവേസ് ടെൽ ദം വാട്ട് ഇസ് റൈറ്റ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പിന്നെ ലീവ് ഇറ്റ് ടു ഡെസ്റ്റിനി, അത്രയേ ഉള്ളൂ. ആൻഡ് ഐ എം നോട്ട് സെയിങ് സി വി ആർ ലക്കി, നമ്മൾക്ക് ഭാഗ്യമുണ്ട് ദറ്റ് സോ ഫാർ everything has gone well. Things could have gone wrong too. Life ആണ്, എന്തും സംഭവിക്കാം. But so far things have gone well. അത് നമ്മുടെ ഭാഗ്യമാണ്. I feel അതിനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ പ്രോബബ്ലി എൻ്റെ പേരൻസിന്റെ ബ്ലെസ്സിങ് ആയിരിക്കാം, ബിക്കോസ് ഞാൻ അവരെ ദുഃഖിപ്പിച്ചിട്ടില്ല. ജോണിന്റെ പേരൻസിനെയും ജോൺ ദുഃഖിപ്പിച്ചിട്ടില്ല. സോ അതാണ് കാരണം ഞാൻ മലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. അല്ല, നോർമലി നിങ്ങൾ ഒന്നിച്ച് നിന്നുള്ള ഒരു ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഉത്തരമാണ് സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ ചോദിച്ച് ഇല്ല അങ്ങനെ അല്ല, ഇതിപ്പോ ഒന്ന് കല്യാണത്തിന്റെ ഈ ഒരു സിറ്റുവേഷൻ, പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന സമയത്ത് there was challenge. അപ്പൊ അന്ന് മായ കൂടെ നിന്നു. അപ്പൊ അത് പക്ഷേ അതാണ് ഷീബ, ഐ ഫീൽ നമ്മൾക്ക് അങ്ങനെ ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരുപാട് ചലഞ്ചസ് വന്നിട്ടില്ല. അല്ല, നമുക്ക് ചലഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഓവർകം ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും നമ്മളത് ഓവർകം ചെയ്തിട്ടുള്ളത് കൊണ്ടും പിന്നെയും ഫെർദർ ചലഞ്ചസ് ഒരു ലൈഫിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായതുള്ളതുകൊണ്ടും നമ്മൾ ആ മെന്റാലിറ്റിയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിത് ഓൺ എയർ ഇങ്ങനത്തെ നമ്മൾ ടോപ്പിക്സ് ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരുടെ നിന്നും കേൾക്കുന്നത് ഒന്നിലേൽ ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ തീരെ സപ്പോർട്ടീവ് അല്ലാത്ത ഒരു അവസ്ഥ വരും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് നമ്മൾ കരിയർ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. ദൈവം സഹായിച്ച് സി I have to still say our parents are extremely supportive. ഇന്നും ഞാനിപ്പം വീട്ടിൽ വിളിച്ച് പറയാണ് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, they are all like ഭയങ്കര സോളിഡ് റോക്സ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കും. സോ ദ ഫാമിലി സപ്പോർട്ട് ഇസ് വെരി സ്ട്രോങ്. പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ കരിയറിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല, ഹെൽത്തിന് പ്രശ്നം വന്നിട്ടില്ല. അതൊക്കെ ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഐ തിങ്ക് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഐ തിങ്ക് ഗോഡ് ഹാസ് റിയലി ടേക്കൺ കെയർ ഓഫ് അസ്. ആ ഒരു പ്രിവിലേജും ആ ഒരു ഭാഗ്യവും കിട്ടുക എന്ന് പറയുന്നത് അത് ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. സോ അത് ഞാൻ എന്നും ഐ എം ഗ്രേറ്റ്ഫുൾ ടു ലൈഫ്. എന്നാൽ ഒരു ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ചലഞ്ചസും ഒക്കെ വന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലല്ല, ഞങ്ങളുടെ ലൈഫിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞങ്ങളുടെ കരിയറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയുടെ കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒക്കെയാണ്, കരിയറിൻ്റെയൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഓവർകം ചെയ്യാമെന്ന് തീരുമാനിച്ചു, അതങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു മെക്കാനിസം എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഒരു ചലഞ്ച് വരുമ്പോഴത്തേക്കേ നമ്മളങ്ങനെ തോപ്പിക്കാൻ പറ്റുമല്ലോ, കൊല്ലാൻ. അതെ.